ഹെൽമറ്റ് ധരിച്ചിരിക്കേണ്ട അവസ്ഥയാണ് കണ്ണൂരിലെ ബുക്ക് ഡിപ്പോയിലെ ജീവനക്കാർക്ക്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഓട് ഇളകി വീണ് അധ്യാപകന് പരിക്കേറ്റ സംഭവം കൂടി ഇതിനിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങാടിക്കടവ് സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ എം ബെന്നിയുടെ തലയ്ക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ആ ദയനീയ അവസ്ഥയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കണ്ണൂരിലെ ഹയർ സെക്കൻഡറി മേഖലാ ഉപമേധാവിയുടെ ഓഫീസിന് സമീപത്തെ കാലപ്പഴക്കം ചെന്ന കെട്ടിടം. ഇത്തവണയും പാഠപുസ്തകങ്ങൾ വിതരണത്തിനായി എത്തിച്ചത് തകർച്ചയിലായ ഈ കെട്ടിടത്തിൽ. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ ഔദ്യോഗിക ആവശ്യത്തിനായി എത്തിയ അധ്യാപകൻ എം ബെന്നി ഈ കെട്ടിടത്തിനു മുന്നിലൂടെ നടന്നു പോകവെയാണ് ഓടിളകി തലയിൽ വീണത്. തലയ്ക്ക് 11 സ്റ്റിച്ച്. ഞങ്ങൾ RTD കാണാൻ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പഴയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും രണ്ട് ഓട് ഉതിർന്നു വന്ന് എൻ്റെ തലയിൽ വീഴുകയും ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ 11 സ്റ്റിച്ച് തലയിൽ ഉണ്ടായിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ മേൽക്കൂര മിക്കയിടങ്ങളിലും ദ്രവിച്ചു തീർന്നു. കെട്ടിടത്തിന്റെ മറുഭാഗത്ത് തമ്മിൽ ഭേദമെന്ന നിലയ്ക്കുള്ള മുറികളാണ് പാഠപുസ്തക വിതരണത്തിനായി ക്രമീകരിച്ചത്. വിതരണ ചുമതല ഏറ്റെടുത്ത കുടുംബശ്രീ പ്രവർത്തകർ നാളുകളോളം ജോലി ചെയ്തത് ഇവിടെ. ഇതേ കോമ്പൗണ്ടിൽ നിരവധി കുരുന്നുകൾ പഠിക്കുന്ന അംഗൻവാടിയും അധ്യാപക പരിശീലന കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ട്. ദിനേന ഇതുവഴി കടന്നുപോകുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷ ആരുറപ്പാക്കും? രണ്ടാം ഘട്ട പാഠപുസ്തക വിതരണത്തിനും ഇതേ കെട്ടിടം ഉപയോഗിക്കുന്നത് പരിഗണനയിലുണ്ടെന്നതാണ് മറ്റൊരു വൈരുദ്ധ്യം. പലയിടത്തും സാധ്യമായ പുത്തൻ കെട്ടിടങ്ങളുടെ നേട്ടങ്ങളെ വിസ്മരിക്കുന്നില്ല. പക്ഷേ അപകടങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകും വരെ കാത്തിരിക്കുകയല്ല വേണ്ടത്. പരിഹാരത്തിനായി ഇടപെടണം. ഇനിയും ആരുടെയെല്ലാം തലയിൽ വീഴാനാണ് ഇതിങ്ങനെ കാത്തുവച്ചിരിക്കുന്നത്? രജീഷ് കരിവള്ളൂരിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ.